ഹലോ, എല്ലാവർക്കും മിസ്റ്റർ ക്രിയേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മാക്ബുക്ക് പ്രോയുടെ അൺബോക്സിങ് വീഡിയോ ആണ്. ഓക്കെ, നമുക്കപ്പോൾ ഇതിൻ്റെ ബോക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ബോക്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ കുത്തി നിറച്ചിട്ടുള്ള പടങ്ങൾ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് കമ്പനിയുടെ ലോഗോ, പിന്നെ മാക്ബുക്ക് പ്രോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ ലാപ്പിൻ്റെ ഒരു പടം. ഭയങ്കര സിമ്പിളാണ്, നല്ല ലുക്കാണ് കാണാൻ ബോക്സ് കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ മാക്ബുക്ക് പ്രോ. നല്ലൊരു ക്ലീൻ ഫിനിഷൊക്കെ ആയിട്ട് പുറത്തൊരു പ്ലാസ്റ്റിക് കോട്ടിങ് ഒക്കെ ഉണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അത് നല്ലൊരു ഫോം ഫാക്ടറാണ് അതിൻ്റെ. ഭയങ്കര ക്ലിയറായിട്ട്, ഭയങ്കര സ്ലിമ്മായിട്ട് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ. അങ്ങനെ തെന്നിപ്പോവോ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര സേഫായിട്ട് നമ്മുടെ കയ്യിലിരുന്നോളും. വാവ്, അടിപൊളി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്രീനൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ പഴയതിലായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല, പക്ഷേ നല്ലൊരു ബോഡി ടു സ്ക്രീൻ റേഷ്യോ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും അപ്ഡേഷൻ ഇറക്കുമ്പോൾ ചെറിയ ചേഞ്ചസ് വരുത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ അതിൽ ഈ ചേഞ്ചസ് എന്താണെന്ന് പറയാൻ അതിൻ്റെ ട്രാക്ക് പാഡിലും മൗസിൽ അതായത് ഇൻപുട്ടിലൊക്കെ ചെറിയ ചേഞ്ചസ് ഉണ്ടെന്നാണ് അവർ പറയണത്. അപ്പം എന്തായാലും അതിൻ്റെ ബോഡി ടു സ്ക്രീൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഭയങ്കര തിന്നായിട്ട് ഭയങ്കര ലുക്കിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്ലീൻ ലുക്കാണ് സ്ക്രീനിൻ്റെ വരുന്നത്. പിന്നെ ഇതിൻ്റെ പറയാനാണെങ്കിൽ നമുക്കിനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ജസ്റ്റ് വേഗം ഒന്ന് നോക്കിയിടാം. അപ്പോൾ ഈ ലാപ്പ് എന്ന് പറയുമ്പോൾ i7 9th Gen ആണ്. ഇതിൻ്റെ കൂടെ 512 GB SSD വരുന്നുണ്ട്, 16 GB RAM വരുന്നുണ്ട്. പിന്നെ ഗ്രാഫിക്സ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 4 GB ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് സ്ലോട്ടാണ്. പ്രോസസ്സർ ഇൻറ്റൽ കോർ i7 ഒക്കെ പറഞ്ഞിരുന്നു. പിന്നെ റാം ടൈപ്പ് DDR4 ആണ് എല്ലാത്തിലുള്ളത്. ക്യാഷ് 12 MB വരുന്നുണ്ട്. സ്പീക്കറൊക്കെ കിട്ടുവാണ് കേട്ടോ, നല്ല ഹെവി സൗണ്ടാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് സ്പീക്കറൊക്കെ വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ക്ലോക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ 2.6 GHz ആണ്. ഓക്കെ, അപ്പോൾ ഇൻസൈഡ് ദ ബോക്സ് നമുക്ക് എന്താന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലാപ്പിൻ്റെ ചാർജർ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഇന്ത്യൻ കണക്ടറാണ്. ആ കണക്ടർ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്, അവിടെ മാറ്റാവുന്നതാണ്. അപ്പോൾ അതും വരുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ബോക്സിൻ്റെ കൂടെ വരുന്ന കാര്യങ്ങൾ. വളരെ ചെറിയൊരു കയ്യിൽ പിടിക്കാവുന്ന രീതിയിലുള്ള ചെറിയൊരു ചാർജർ. അതൊക്കെയാണ് മാക്ബുക്ക് പ്രോയുടെ ജസ്റ്റ് അൺബോക്സിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.